ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിയുടെ സ്വന്തം കാറ് അച്ഛൻ്റെ ഓപ്പറേഷന് പണമില്ലാതെ വന്നപ്പോൾ ആ കാറ് വിറ്റിട്ടാണ് അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ സച്ചി നടത്തുന്നത്. അതിനുശേഷമാണെങ്കിൽ വാടകക്കാരും ആ പലിശക്കാരൻ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അയാള് സച്ചിയുടെ അച്ഛനെ, അതായത് രവീന്ദ്രനെ വളരെ മോശമായ രീതിയിൽ പറയുമ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ അയാളുടെ ഷർട്ടിന് കുത്തനെ പിടിക്കുക, അയാളെ തല്ലാൻ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രതികാരം വീട്ടിയതാണ് അയാൾ. ആ കാറ് പിടിച്ചെടുക്കുകയാണ്. അയാൾ വാടകയ്ക്ക് കൊടുത്ത കാറാണല്ലോ. അങ്ങനെ സച്ചിയുടെ 2 കാറും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സച്ചി ആകെ തകർന്നൊരവസ്ഥയിലാണ്. രേവതിക്ക് സത്യങ്ങളൊക്കെ അറിയാം, പക്ഷേ വീട്ടിലുള്ള മറ്റാർക്കും ഇതൊന്നും അറിയില്ല. പ്രത്യേകിച്ച് അച്ഛനോട് ഈ ഒരു കാര്യം പറയുന്നില്ല. കാരണം ഒരു അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന ആളോട് ഈ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അവനാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് ആകെ ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ചന്ദ്ര പറയുന്നത്, അല്ല ഈ മാസത്തെ ചെലവിനുള്ള പൈസ തന്നില്ലല്ലോ എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിമോളാണെങ്കിൽ വലിയൊരു ഗമയോട് കൂടി തന്നെ അകത്ത് പോയി പേഴ്സിൽ നിന്ന് പണം എടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്, ചന്ദ്രയുടെ കയ്യിൽ. ദേ അമ്മേ, എൻ്റെ ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് കണ്ട, ശ്രുതിമോള് തന്നു, അതുപോലെ തന്നെ സുധിയും എനിക്ക് പണം തന്നു. സുധി എവിടെ പണമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, എങ്കിലും ചന്ദ്ര അങ്ങനെ ഒരു കളവ് പറയുന്നുണ്ട്. അപ്പോൾ സുധി ഞെട്ടുകയാണ്. ഞാൻ തന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കണ്ണ് തുറപ്പിച്ച് കാണിക്കുകയാണ് ചന്ദ്ര. ഞാൻ കൊടുത്തു എന്ന് പറയാണ്. അപ്പം ഇവർ 2 പേരും തന്നു. ഇവർക്ക് 2 പേർക്കും ജോലിയുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ രേവതിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, രേവതി ചുമ്മാ നടക്കുകയില്ല. അപ്പം രേവതിയുടെയും സച്ചിയുടെയും വീതം സച്ചി തന്നെയല്ലേ തരാറ്, എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെ കയ്യിൽ 10 പൈസ ഇല്ല. കാരണം ഉണ്ടായിരുന്ന പൈസ ദീപാവലി എന്നുള്ള രീതിയിലൊക്കെ ചെലവാക്കി കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു കാർ ഓടിയിട്ട് കിട്ടുന്ന പൈസ കൊടുക്കാമെന്നൊക്കെയാണ് നമ്മുടെ സച്ചി വിചാരിച്ചത്. ഇങ്ങനെ ഒരു അപകടം അവനെ മണത്ത് വരുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അതിനുശേഷം സച്ചി പറയുകയാണ്, നാളെ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിയുകയാണ്. അതിനുശേഷമാണെങ്കിൽ സച്ചി പിറ്റേ ദിവസം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. ഒരു ജോലി തേടിയിട്ടാണ് പോകുന്നത്. ഫിനാൻസറൊക്കെ ചെന്ന് വീണ്ടും കാണുന്നുണ്ട്. പക്ഷെ അയാൾ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അയാൾ കാറ് വിട്ടുകൊടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. തൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ കാറ് തരാമെന്ന് പറയുമ്പോൾ അതിനുള്ള അങ്ങനെ ചെയ്യുന്നുമില്ല നമ്മുടെ സച്ചി. അങ്ങനെ എനിക്ക് കാറ് വേണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി എല്ലായിടത്തും ചെന്നിങ്ങനെ ജോലി ചോദിക്കുന്നുണ്ട്. ഒരു കാറ് റെന്റിന് കിട്ടാനും അതുപോലെ മാസം കൃത്യമായി പൈസ കൊണ്ട് നടക്കാം എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഒരുപാട് ഇഷ്ടമുള്ള ഫിനാൻസറൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ ആള് ഇവരുടെയൊക്കെ വലിയൊരാളാണ്. ഇവരെയൊക്കെ സഹായിക്കുന്നത് അയാളായതുകൊണ്ട് അയാൾ എല്ലായിടത്തും വിലക്കിയിട്ടുണ്ട്. സച്ചി എവിടെ വന്ന് ജോലി ചോദിച്ചാലും സച്ചിക്ക് ജോലി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവരെല്ലാവരും സച്ചിക്ക് ജോലി കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. അങ്ങനെ ജോലിയില്ലാതെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ചന്ദ്ര അതിരാവിലെ തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. രേവതി അങ്ങനെ വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കി നിൽക്കുകയാണ്. അപ്പം ചോദിക്കുകയാണ്, സച്ചി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം രാവിലെ പോയല്ലോ അമ്മയെന്ന് പറയാണ്. നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പൂവാണെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, നീ എന്താടി എന്നെ തമാശ പറയാണോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അവൻ ഇന്ന് പൈസ തരാമെന്ന് പറഞ്ഞല്ലോ, ചെലവിൻ്റെ പൈസ, അതിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ, എൻ്റെ കയ്യിലൊന്നും തന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തരാതിരിക്കാൻ എന്തത്, ഇപ്പോൾ അതേ സാധനം കൊണ്ട് ആൾക്കാർ ഇപ്പോൾ വരും, അവർക്ക് പൈസ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഒരു 10,000 രൂപയുടെ ബില്ലൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ വിളിക്കുകയും ചെയ്യുകയാണ് പലചരക്ക് കടയിൽ അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ. അപ്പോൾ പിന്നീട് ചന്ദ്ര ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. വെറുതെ തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് രേവതിയാണ് എന്നുള്ള മട്ടിലേക്ക് സംസാരിക്കുകയാണ്. ഇങ്ങനെയാൽ എങ്ങനെയാണ് ശരിയാവുക, 2 പേരും ഇത് ഞങ്ങളെന്താ തീറ്റിപ്പോറ്റണം എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്ക് പറയുന്നുണ്ട് ചന്ദ്ര. അപ്പം അത്രയും നാളും സച്ചിയാണ് ആ വീട്ടിലെ ചെലവ് നോക്കിയത് എന്ന് പോലും നമ്മുടെ ചന്ദ്ര ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് സങ്കടം വരാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ കൊണ്ടുവരാം പൈസ എന്ന് പറയണം. അങ്ങനെ കൈമേൽ കിടക്കുന്ന വള പെട്ടെന്ന് കണ്ണിൽ പെട്ടുമ്പോഴാണ് ഈ ഒരു വള കൊണ്ട് വെക്കാമെന്ന് രേവതി വിചാരിച്ചിട്ടാണ് പേഴ്സും എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് രേവതി. അങ്ങനെ രേവതി ഒരു പരിചയമുള്ള ഒരു ഫിനാൻസിൽ ചെന്നിട്ട് ഈ വള പണയം വെക്കാൻ നോക്കുമ്പോൾ അവിടെ ആ കട അടച്ചിട്ടിരിക്കുകയായിരിക്കും. അത് സ്ഥിരമായിട്ട് പണയം വെക്കുന്നൊരു കടയായിരുന്നു, അത് അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരത്തിനെ വിളിക്കുകയാണ്. രേവതിയുടെ അനിയൻ ശരത്തിനെ വിളിച്ചിട്ട്, നീ എത്രയും വേഗം എൻ്റെ അരികിലേക്ക് വായു എന്ന്
പറയുമ്പോൾ അവൻ വരുന്നുണ്ട്. അങ്ങനെ തൻ്റെ കയ്യിൽ കിടക്കുന്ന 2 വള ഊരി കൊടുത്തിട്ട് പറയാണ്, ഇത് കൊണ്ടുപോയി എത്രയും വേഗം ഒരു 10,000 രൂപ എവിടുന്നെങ്കിലും പണയം വെച്ചിട്ട് നീ കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചേച്ചിക്ക് 10,000 രൂപ മതിയാ, അത് വേണമെങ്കിൽ ഞാൻ തരാം, വള ഒന്നും വെക്കേണ്ട, ചേച്ചിയുടെ കൈമിൽ വള ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാണ്. അത് സാരമില്ല, ഒരെണ്ണം ഉണ്ടല്ലോ, നീ ഇത് കൊണ്ടുവെക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവൻ്റെ കയ്യിൽ വള കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനായ ഒരാൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അവൻ്റെ അരികിലേക്ക് ഈ വള കൊണ്ടു ചെന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ പലിശയൊക്കെ പിരിച്ചു കൊടുക്കുന്നത് ഈ ശരത്താണ്. അപ്പോൾ ശരത്ത് കുറച്ച് പലിശ പണവും കൂടി കൊടുക്കുമ്പോൾ അവൻ്റെ ആ ഒരു വരുമാനം അവൻ കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഇത് ചെലവിന് വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് ഈ വള കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്താ ഈ വള എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ചേച്ചിക്ക് ഒരു 10,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴേ വള ഒന്നും വേണ്ട, നിനക്ക് 10,000 രൂപ തന്നാൽ പോരെ എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരത്തിന് അവൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഈ വള എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, നീ തന്നെ വെച്ചോ, നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ എടുത്ത് കൊടുക്കുന്ന പോലെ വള എടുത്ത് നീ കൊടുത്താൽ മതി, ഇപ്പം ചേച്ചിയുടെ കയ്യിൽ വള കൊടുക്കണ്ട എന്നും പറയുന്നുണ്ട്. അങ്ങനെ ശരത്ത് ആ 10,000 രൂപ രേവതിക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അതിനുശേഷം രേവതിയാണെങ്കിൽ വേഗം ആ പൈസ ചന്ദ്രയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചി തന്നതാണ് എന്ന് പറഞ്ഞൊരു കളവും അവിടെ പറയുന്നുണ്ട്. സച്ചിയെ കാണാൻ പോകുന്ന രീതിയിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതും. അങ്ങനെ വൈകിട്ട് നമ്മുടെ സച്ചി വരികയാണ്. ജോലിയൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ എന്തായാലും ചെലവിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ നാളെ തരാം എന്നെടുത്ത വഴിക്ക് സച്ചി പറയാണ്, നാളെ തരാമെന്നോ, അപ്പോൾ ഇവള് തന്നല്ലോ ഇന്ന് എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി ഞെട്ടുകയാണ്. ഇവള് തന്നോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോൾ നീ കൊടുത്തിട്ടല്ലേ ഇവള് തന്നത്, പിന്നെ ഇവൾക്ക് എവിടെ നിന്നാ പണം എന്നൊക്കെ ചോദിച്ചു. പിന്നെ അതുമേലായി ചന്ദ്രയുടെ അടുത്ത ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ സച്ചി രേവതിയെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ഇവളുടെ കയ്യിൽ ഞാൻ കുറച്ച് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു, പലിശ അടയ്ക്കാനും അതുപോലെ അടവിനൊക്കെ ഉള്ള പൈസ അതിൽ നിന്ന് എടുത്ത് തന്നതാവും. ശരി, നീ അത് എടുത്ത് കൊടുത്തത് നന്നായി, ഞാൻ ശമ്പളം കിട്ടുമ്പോൾ അതിലേക്ക് വെക്കാം എന്നിങ്ങനെ ഒരു കളവും പറയുകയാണ്. അപ്പം ചന്ദ്രയ്ക്കും നമ്മുടെ ശ്രുതിക്കൊക്കെ ആ ഒരു സംശയം അവിടെ തീരുന്നുണ്ട്. എന്നാലും എന്തൊക്കെയോ സംശയങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം റൂമിലെത്തിയിട്ട് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്നാ പണം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ പണം തരാറില്ലേ, അത് കൂട്ടി വെച്ചതാണെന്ന് പറയും. ഇത്ര അധികം പണമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ലെന്ന് എനിക്കറിയാം, നീ എന്തിനാ വെറുതെ നുണ പറയുന്നത്, സത്യം പറയടി എന്ന് പറയുകയാണ്. അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് രേവതി ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവളുടെ കൈമേൽ കിടക്കുന്ന വള കാണാതെയാവുമ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലാവണം. നീ ആ വള കൊണ്ട് വെച്ചില്ല, എന്തിനാ നീ അത് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അത്രയും മോശമായ രീതിയിലാണ് സംസാരിച്ചത്, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ആ വള കൊണ്ട് വെച്ചത്, വള എപ്പോഴായാലും എടുക്കാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ എന്തായി ജോലിക്ക് പോയിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയൊന്നും ശരിയായിട്ടില്ല എന്നൊക്കെ പറയണം. പിന്നെ പിറ്റേ ദിവസവും നമ്മുടെ സച്ചി വീണ്ടും ജോലി തേടി നടക്കുകയാണ്. അതേ സമയത്ത് ഒരാളെ കാണുന്നുണ്ട്. അപ്പോൾ ആ ആള് പറയുകയാണ്, സച്ചി നിന്നെ കണ്ടത് നന്നായി, എനിക്ക് ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. ഈ ഫ്ലാറ്റിൽ ഒരു 10-20 കാറുണ്ട്, ആ 20 കാറുകൾ കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഒരാളെ ആവശ്യമുണ്ട്. ഒരു പയ്യൻ നിന്നായിരുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന് എന്തോ അസുഖമാണെന്നും പറഞ്ഞ് പിന്നെ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയൊരാളെ എനിക്ക് സംഘടിപ്പിച്ച് തരണമെന്ന് അയാൾ സച്ചിയോട് ആവശ്യപ്പെടുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സാലറി ഒക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാറിന് ഒരു മാസം 2,000 രൂപ, അതായത് 20 കാറുണ്ട്, അങ്ങനെയാകുമ്പോൾ 40,000 രൂപ മാസം കിട്ടുമെന്ന് പറയാണ്. ആ സമയത്ത് സച്ചി പറയാണ്, എനിക്ക് മേടിച്ചു തരുമോ ഒരു ജോലി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി നിനക്കോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് സ്വന്തമായി കാറൊക്കെ ഉള്ളതല്ലേ സച്ചി, നീ എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാറൊക്കെ പോയി, സ്വന്തം കാറും പോയി വാടക കാറും പോയി, എനിക്കിപ്പോൾ ജോലി ഇല്ലാതെ നടക്കണേ, ഞാൻ ജോലി തിരഞ്ഞ് നടക്കുകയാണ്, എനിക്കിത് വാങ്ങി തന്നാൽ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ ശരി എന്നാ വായു എന്ന് പറഞ്ഞിട്ട് സച്ചിയെയും കൊണ്ട് ആ ഒരു കാറ് കഴുകുന്ന ആ ഒരു ജോലി അയാൾ വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ആ ജോലി ചെറിയൊരു വിഷമക്കുണ്ട് മനസ്സിൽ. അങ്ങനെ ആ ഒരു ജോലി നല്ല കൃത്യതയോടുകൂടി നല്ല വൃത്തിയായി തന്നെ ചെയ്തു തുടങ്ങുകയാണ്. അങ്ങനെ അവിടെയുള്ള ആ ഒരു ആൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അതിരാവിലെ തന്നെ 5 മണിക്ക് തന്നെ വരണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ശരി സാറേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോരുകയാണ്. അങ്ങനെ രേവതി വീട്ടിലെത്തുമ്പോൾ എന്തായി, ജോലി വല്ലതും ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ജോലി ശരിയായിട്ടുണ്ട്, ഒരു കാർ ഓടിക്കാനാണെന്നൊക്കെയാണ് നുണ പറയുന്നത്. അപ്പോൾ കാർ ക്ലീനിങ്ങിൽ നിന്ന് നമ്മൾ സച്ചി മറച്ചു വെക്കുകയാണ് രേവതിയോട്. പക്ഷേ രേവതി അത് കണ്ടെത്തുകയും അവിടെ ചില സച്ചിയെയും രേവതിയെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.